മൂവി. ഇത് എൻ്റെ ഡെബ്യൂ മൂവിയാണ്. എസ് സ്വാമി സാറിൻ്റെയും ഡയറക്ടോറിയൽ ഡെബ്യൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്യണ മൂവിയിൽ ഭാഗമാകാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യം. സ്വാമി സാറിനെ പോലെ അത്രയും അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ലെജൻഡറി ഒരു റൈറ്ററിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മൂവിയിൽ അദ്ദേഹം നമ്മളെ കൺസിഡർ ചെയ്തെന്ന് പറയുന്നത് വലിയൊരു ദൈവാനുഗ്രഹം. അപ്പോൾ ഇന്ന് സിനിമ റിലീസായി. തിയേറ്ററിൽ കണ്ടപ്പോൾ അതൊരു വേറെ ഫീലായിരുന്നു. നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് നമുക്ക് കുറച്ച് ബിറ്റ്സ് ആൻഡ് പാർട്സ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത് തിയേറ്ററിൽ കണ്ടപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഫീലായിരുന്നു. ഇന്നിപ്പോൾ സിനിമ റിലീസായി. എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട നല്ല സിനിമയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണും, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. സിനിമ ഞാൻ മൂവി കണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. സത്യം പറഞ്ഞാൽ മൂവി എന്നുള്ള രീതിയിൽ മാത്രമല്ല, നല്ലൊരു മെസ്സേജും കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. ടോട്ടലി ഒരു എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. അതിൽ നിന്ന് അത്രയും നല്ലൊരു മെസ്സേജും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മൂവി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാമി സാറാണെങ്കിലും സ്വാമി സാർ ഇതുവരെ ചെയ്തിട്ടുള്ള മൂവിനേലും കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. അപ്പം എല്ലാവരും കാണാം മൂവി. I really enjoyed the film. നല്ല സിനിമയായിരുന്നു. And first time ആണ് എസ് സ്വാമി sir he's directing and അതിൻ്റെ it felt very special. Dhyan's performance was actually very nice. He was very എന്താ പറയുക ഉള്ള ക്യാരക്ടറിനെ he has done justice to whatever he has been given to. തിയേറ്ററിൽ വരാനൊക്കെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? See, come with an open heart. സ്വാമി സാറിൻ്റെ റൈറ്റിംഗ് ആസ് വെൽ ആസ് അങ്ങേരുടെ ഒരു വേ ഓഫ് ഫിലിം മേക്കിങ്ങിന് നമുക്ക് ഓഡിയൻസിന് എല്ലാവർക്കും നല്ല പരിചയമുള്ളതാണ്. സോ ഐ തിങ്ക് ജസ്റ്റ് കം വിത്ത് ആൻ ഓപ്പൺ ഹാർട്ട്, എക്സ്പീരിയൻസ് ഇറ്റ് ആൻഡ് ഗോ. സാറിൻ്റെ ഒരു മൂവിയിൽ അഭിനയിക്കുക തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പം ഇങ്ങനെ കുറച്ച് പോർഷൻസ് കണ്ടു. ഇന്നാണ് മൂവി ഫുള്ളായിട്ട് കാണുന്നത്. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫുള്ളായിട്ട് എൻഗേജ്ഡ് ആയിട്ട് ഇരുത്തും. ഒരിക്കൽ പോലും നമുക്ക് ബോറടിക്കില്ല. എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാവരും അവരുടെ ഡ്യൂട്ടി അറ്റ് ദ എക്സ്ട്രീം ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു മൂവിയാണ്. കാണണം, തിയേറ്ററിൽ വന്ന് തന്നെ കാണണം, ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത്. ആക്ച്വലി മൂന്നാറിലാണ്. ഇന്നലെയും പറയുന്നുണ്ടായിരുന്നു വരണം എന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഷൂട്ടിൽ ധ്യാനും അപർണയും രണ്ടുപേരും മൂന്നാറിലൊരു പടത്തിൻ്റെ ഷൂട്ടിലാണ്. അപ്പോൾ അവിടെ നിന്ന് അത് വിട്ടിട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. പക്ഷേ നാളെയോ മറ്റന്നാളെയോ ഏതെങ്കിലും ഒരു ദിവസം ഒന്ന് ഗ്യാപ്പ് എടുത്തിട്ട് വരണം. പടം എല്ലാവരുടെയും കൂടി കാണണമെന്നുണ്ട്. അപ്പോൾ എനിക്കും ആക്ച്വലി ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം സാറിൻ്റെ കൂടെ അത് നെഗറ്റീവ് റോളായിരുന്നു. ഇത് കംപ്ലീറ്റ്ലി പോസിറ്റീവായിട്ടുള്ളൊരു റോള്. നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടുമ്പോഴാണല്ലോ നമുക്കും പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു.